One News presents Mocha Soccer Carnival. അന്തിമ പടയൊരുക്കത്തിന് മൂവംഗ സംഘം വന്നിറങ്ങുമ്പോൾ ആ സ്വർണ്ണക്കപ്പ് വാനിലേക്ക് ഉയർത്താൻ ഒരേ ഒരു രാജാവിനെ കഴിഞ്ഞുള്ളൂ. അതെ, ദ ഗോഡ്, ദ മാൻ ഹു കംപ്ലീറ്റഡ് ഫുട്ബോൾ. അങ്ങനെ ഒരുപാടുണ്ട് വിളിപ്പേര്. യെസ്, ദ ലെജൻഡ് ലയൺ ആൻഡ്രസ് മെസ്സി. ഫുട്ബോൾ ദേവതയുടെ കയ്യൊപ്പോടെ ഭൂമിയിൽ പിറന്നവൻ. ആ കുഞ്ഞു കാലുകളിലെ മാന്ത്രികത ലോകത്തിന് മുൻപേ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയായിരുന്നു. പിന്നീട് മുത്തശ്ശിയോടുള്ള സ്നേഹാദരവാണ് ഇരു കൈകളും വാനിലോട്ട് ഉയർത്തിക്കൊണ്ടുള്ള മെസ്സിയുടെ ആഘോഷ പ്രകടനം. യാത്രയിൽ പ്രതിസന്ധികൾ ഒരുപാടായിരുന്നു. 11ാം വയസ്സിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം ആ കുഞ്ഞു ശരീരത്തെ തളർത്താൻ നോക്കി. എന്നാൽ 13ാം വയസ്സിൽ ബാഴ്സലോണ ക്ലബ്ബ് ആ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് ചികിത്സ ഏറ്റെടുത്തു. ലോകം അതിനെ ഡിസബിലിറ്റി എന്ന് വിളിച്ചു. ഐ ആം ഡിഫറെന്റ്ലി ഏബിൾ എന്ന് തന്റെ മാന്ത്രിക കാലുകൾ കൊണ്ട് തെളിയിച്ച ഫുട്ബോൾ കിങ്. 2006 തുടങ്ങിയ ലോകകപ്പ് യാത്ര. 2014 അർജന്റീന തകർന്നു പോയപ്പോൾ ആ മെസ്സിയേക്കാൾ കൂടുതൽ വീണുപോയത് ആരാധകരായിരുന്നു. 2016 ആ കോപ്പ അമേരിക്കയിലെ നിരാശയിൽ കളി നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചത് ലോകത്തെ നിശബ്ദമാക്കി. അന്ന് ആക്ഷേപിച്ചവരും അടിച്ചമർത്തിയവരും ഒരുപാടായിരുന്നു. പക്ഷേ കഥ അവിടെ തീർന്നില്ല മക്കളെ. ലയൺ സ്കലോണി എന്ന തന്ത്രശാലിയായ പരിശീലകൻ അർജന്റീനയുടെ കളിമുറ്റത്ത് വന്നിറങ്ങി. കഥ മാറി, പിന്നെ ചരിത്രം. അതെ, 2022 ഖത്തറിന്റെ മണ്ണിൽ മെസ്സി ഒരു അത്തറ് പൂശി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്തത് ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുമ്പോൾ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞത് സന്തോഷ കണ്ണീരോ സങ്കട കണ്ണീരോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്ര വികാരഭരിതമായിരുന്നു ആ നിമിഷം. വീണ്ടും ഒരു ഇതിഹാസ പിറവി ഉണ്ടാകുമോ? ഇനി വരാൻ പോകുന്നത് മെസ്സിയുടെ 6ാമത്തെ ലോകകപ്പ് പോരാട്ടമാണ്. കൂടെ പോരാടാൻ ഇത്തവണയും ഒരു പറ്റം യുവസിംഹങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 2026 ആ ലോകകപ്പ് കിരീടവും ലയൺ മെസ്സി എന്ന പേരിൽ തന്നെ ചരിത്രം കുറിക്കുമോ? കാത്തിരിക്കാം, കണ്ടറിയാം. One News presents Mocha Soccer Carnival.